നമ്മൾ ചെമ്പാട് ചെയ്തിട്ടുള്ളൊരു മറ്റൊരു പ്രൊജക്റ്റാണ്. അത്യാവശ്യം വലിയൊരു ഏരിയയാണ്. 3000 സ്ക്വയർ ഫീറ്റോളം ബാംഗ്ലൂർ സ്റ്റോണും 1000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് താന്തൂർ സ്റ്റോണൊക്കെ വിരിച്ചിട്ടുള്ളൊരു ഗംഭീര സൈറ്റാണ്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ സ്റ്റോണ് ഹാഫ് കട്ട് 3x2 സൈസ് 50 mm ഫ്ലെയിമിഡ്, അത് 3x2 സൈസാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ പോയിൻ്റ് ചെയ്തിട്ട് ഭംഗിയിൽ ചെയ്തിട്ടുള്ളൊരു സൈറ്റാണ്. ഇത് പാറ്റേൺ വന്നിട്ട് ബ്രിക്ക് സ്റ്റൈൽ പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലൊക്കെ ഫ്രൂട്ടഡ് പ്ലാന്റ്സൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. എപ്പോഴും നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഇത് പ്ലാൻ ചെയ്യുമ്പോൾ, എക്സ്റ്റീരിയർ ഡിസൈൻ പ്ലാൻ ചെയ്യുമ്പോൾ ഹാർഡ്സ്കേപ്പിങ്ങും ലാൻഡ്സ്കേപ്പിങ്ങും രണ്ടും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഭംഗിയിൽ നമുക്കത് എക്സ്റ്റീരിയർ എലിവേഷൻ മാറ്റി കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ കൂടുതലും ഫ്രൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഈ പാർട്ടി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പപ്പായ എല്ലാം കായ്ച്ചിട്ടുണ്ട്. പപ്പായ ആണെങ്കിലും റംബൂട്ടാനാണെങ്കിലും ഒക്കെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ബാക്കിൽ താന്തൂർ സ്റ്റോണാണ് ചെയ്തിട്ടുള്ളത്. താന്തൂർ സ്റ്റോണ് ഒരേ ലെവലിൽ ഒരേ സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. തെലങ്കാനയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റോണാണ്. ലൈം സ്റ്റോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ടൈപ്പാണ്. ഇപ്പോൾ ബഡ്ജറ്റീവായിട്ടൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റോണാണ് ഈ താന്തൂർ സ്റ്റോൺ. എപ്പോഴും നമ്മൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഗ്രാനൈറ്റ് തന്നെ കൂടുതൽ ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഗ്രാനൈറ്റ് എപ്പോഴും ഭയങ്കര ഹാർഡാണത്. പിന്നെ ഇനിയിപ്പോൾ ഒരു ആഫ്റ്റർ 10 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 25 ഇയേഴ്സിന് ശേഷം നമുക്കിത് പുതിയതുപോലെ ആക്കി കൊണ്ടുവരാനും പറ്റും. റീഫ്ലെയിമിങ് എന്നുള്ളൊരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്കിത് പുതിയതുപോലെ ആക്കി കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു സൈറ്റിൻ്റെ വിശേഷം.